ഞാനും എന്റെ വാപ്പയൊക്കെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയില് ഏതൊട്ട് തെറ്റ് വരെ കണ്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കേസ് എടുത്തോളി സാറേ, ഒരു കുഴപ്പമില്ല. ഓൾ എങ്ങനെ പറയുന്ന വെച്ചെങ്കിൽ അതുപോലെ നിങ്ങൾ FIR ഇട്ടിട്ട് എനിക്കെതിരെ കേസ് എടുത്തോളി. ഒന്നും തെളിവില്ലാതെ പാലും കൊണ്ടായിട്ട് നമ്മളെ നോക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. ഷെരീഫ് വീഡിയോ കേസ് എന്താണ് FIR ഇട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് FIR ഫയൽ ചെയ്ത ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഷാജി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. ഞാൻ പറയാറിയാമല്ലോ ചേച്ചി ആരാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നമ്മളിനി കൂടുതൽ ഇനി അതിനെക്കുറിച്ച് വിവരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഷെരീഫ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ അവരുടെ അറിയാലോ, ഷെരീഫിൻ്റെ വീട്ടിൽ ചെന്നിട്ട് വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തം. അതെല്ലാവരും അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ ആലോചിച്ച് പോയി, ഇത്ര വിവരം കെട്ട ഒരു സ്ത്രീ ആയിരുന്നു എന്ന് പോലും ആലോചിച്ച് ഒരു നിമിഷം ഉണ്ടായിരുന്നു. കാരണം ആ വീട്ടിൽ പോയിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തന്തയും തള്ളയൊക്കെ ഇവൻ്റെ ഈ ഷെരീഫിൻ്റെ അച്ഛനും ഈ ഷെരീഫും ഒക്കെ കയറി പിടിച്ചെന്നുള്ള രീതിയിലാണ് ഇപ്പം കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഓക്കെ, എനിക്ക് ഷെരീഫിൻ്റെ വൈഫിൻ്റെ നിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു സത്യം പറഞ്ഞാൽ. അവരുടെ ഇരിപ്പും നടത്തവും. കാരണം വെച്ചാൽ അവർക്ക് അത്രയ്ക്ക്, കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഇതുപോലുള്ള തലകറിച്ചതൊക്കെ വന്നിട്ട് വഴക്കുണ്ടാക്കുവാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അയൽക്കാരാണെങ്കിലും കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കൈസും അവരെല്ലാവരും കൂടെ ആണ് സത്യം പറഞ്ഞാൽ ഇവളെ ഒരു ഇത്രയും ലെവലിൽ എത്തിച്ചത്. കാരണം 5 മക്കളെ പോറ്റുന്ന ഒരമ്മ കഷ്ടപ്പാടിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം കൈസ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവർക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. എന്നിട്ട് എൻ്റെ നെഞ്ചത്തോട്ട് കയറി ചെന്ന ടീമാണ് ഈ പറയുന്ന ഷാജി. ഓക്കെ, ഷെരീഫിനെ കുറിച്ച് പറയുന്നുണ്ട് കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്ന് കണ്ടിട്ട് വരാം. എന്താണ് FIR ഇട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് FIR ഫയൽ ചെയ്ത ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് മാത്രം എന്താണാവോ എനിക്ക് കേസ്. ഇവര് അത് സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പോയതാണ്. പിന്നെ ആ സ്റ്റേഷനിലേക്ക് കയറിയിട്ടില്ല. പിന്നെ ഇവന്റെ വിചാരം എന്റെ ഉമ്മ ഇവന്റെ ഉപ്പാന്റെ 2ാം കെട്ടികളാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഉമ്മ അങ്ങനെ ആക്കി, എന്റെ ഉമ്മാനെ ഇങ്ങനെ ആക്കി എന്ന് പറയുന്നു. ഇവന്റെ ഉപ്പാന്റെ 2ാം കെട്ടികളാണ് എന്റെ ഉമ്മ എന്നാണ് ഇവന്റെ വിചാരം. അവന്റെ പറച്ചിൽ കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. എന്റെ ഉമ്മ എടാ നാറി, അത് എന്റെ നാട്ടിൽ എന്റെ ഉമ്മാന്റെ കാര്യം അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരുടെ കാര്യം നീ എന്തിനാണ് നാറി അറിയേണ്ട ആവശ്യം? നിന്റെ ഉമ്മാനെ എന്തെങ്കിലും ആക്കിണ്ടെങ്കിൽ അത് പറയടാ. നിന്റെ ഉമ്മ നാട്ടിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ ഉമ്മ അങ്ങനെ ആക്കി, എന്റെ ഒരേ നാട്ടിലുള്ള എല്ലാ ഉമ്മമാരുടെയും കാര്യം ഏറ്റെടുക്കാൻ നടക്കണ അവന്റെ ഉപ്പ 2ാമത് കെട്ടിയതാണ് എന്റെ ഉമ്മാനെ. അതുകൊണ്ടാണല്ലോ അവൻ ഇത്രയും ഭയങ്കര ഒരു ഇത് വരുന്നത്. സ്വന്തം തള്ളയെ പോലും വെറുതെ വിടാത്തവളം. അറിയാലോ, ഈ ഇടയ്ക്ക് അമ്മയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടത്. ആ അമ്മയെ കണ്ടാണ് അങ്ങടെ കൂടെ കമ്പയർ ചെയ്യുന്നത്. അത് സ്വാഭാവികമാണ്. നമുക്ക് അവള് കമ്പയർ ചെയ്തില്ലെങ്കിലും ഉള്ളു സത്യം പറഞ്ഞാൽ. ഒന്ന് വെച്ചാൽ പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക്. നിങ്ങളൊരു 5 മക്കളുടെ അമ്മയാണോ സത്യം പറഞ്ഞാൽ? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയാന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ ഈ ഒരു വില കൊടുക്കുന്നവൾ പിന്നെ നാട്ടുകാർക്കും പിന്നെ ഇവളെ വിമർശിക്കുന്നവർക്കൊക്കെ ഏത് രീതിയിലാണ് കൊടുക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇനി ചേച്ചിയുടെ അടുത്ത ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. എൻ്റെ ദൈവമേ, ണ്ടല്ലോ എന്റെ ഉമ്മ അങ്ങനെ ആക്കി, എന്റെ ഒരേ നാട്ടിലുള്ള എല്ലാ ഉമ്മമാരുടെ ഇതിട്ടുണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. എവിടെയാണ് നീ കൊണ്ട് FIR ഫയൽ ചെയ്തിരിക്കുന്നത്? സ്റ്റേഷനിലാണ് എല്ലാവരും കംപ്ലൈന്റ് ചെയ്തിട്ട് FIR ഒക്കെ ഫയൽ ചെയ്യുക. സ്റ്റേഷനല്ലാണ്ട് നീ എവിടെ ഫയൽ ചെയ്തിരിക്കുന്നത്? വക്കീലിനെടുത്തോ? അങ്ങനെയാണോ? നോക്കട്ടെ, വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നോക്കാം നമുക്ക് എവിടെയാണ് FIR ഫയൽ ചെയ്തത്. ഞാൻ കേട്ടിരിക്കുന്ന FIR ഫയൽ ചെയ്ത ഉടനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ ഇവനെ FIR ഫയൽ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല കേസ്. എനിക്കാരും വിളിച്ചിട്ടില്ല. പിന്നെ സ്റ്റേഷനിലെ ഭാഗത്തേക്ക് ഇവൻ വന്നിട്ടുമില്ല. വായ പൊളിച്ചാന്നോണേ പറയുള്ളൂ. എന്തായാലും ഷാജിയുടെ അത്ര നുണയൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ FIR ഇട്ടാ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പോലെ നിയമം വല്ലതും ഉണ്ടോ? ഇല്ല. ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ അതുലിൻ്റെ പേര് കേസിട്ട് FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. അത് കോടതിയിലോട്ട് അങ്ങ് പൊക്കോളും. അതിന് അറസ്റ്റ് വേണം ഇത് വേണം എന്നൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഷാജി എന്താ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും, ശീലമാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്റെ വീട് ഇവിടെയാണ്, വാ പറഞ്ഞല്ലേ. ലൈവിലിരുന്ന് ഇതൊക്കെ സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് പിള്ളേരുള്ള കാര്യമൊന്നും ഷാജിദ ഓർക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ മുന്നിൽ ഇരുന്നിട്ട് ഇതുപോലുള്ള സംസാരങ്ങളും തെറികളും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അവരത് തന്നെ കണ്ടിട്ടാണ് വളരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഷാജിദ തിരിച്ചടി എന്ന് ഒരു സംഭവമുണ്ട്. ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം. അത് മക്കളെ നിന്ന് കിട്ടാതിരിക്കട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഭയങ്കര ഓവറായിക്കൊണ്ടിരിക്കുക. പല രീതിയും പല സംസാരമാണെങ്കിൽ പോലും.
ഓക്കെ, ഇനി ചേച്ചിയുടെ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. വന്നിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം, മറ്റുള്ളവരുടെ പച്ചറിച്ച് തിന്നുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് നമ്മള് മറ്റുള്ളവരെ പച്ചറിച്ച് തിന്നാനോ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റ് ആക്കാനോ നമ്മൾ ഇതുവരെ നിന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടാന്നല്ലാണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടന്റ് ആക്കിയിട്ട് ഇടല് നമ്മുടെ പരിപാടിയേ ഇല്ല. നമുക്ക് ഇല്ലെങ്കിൽ ഇല്ലാന്ന് നാട്ടിലിരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാനൊക്കെ ഇപ്പൊ ചായയുടെ കടി പറഞ്ഞു കൊടുക്കും കുറെ പ്രാവശ്യം. ഞാനൊക്കെ എത്രയോ ദിവസമായിട്ട് വീഡിയോസ് ഇട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്കൊരു കണ്ടന്റ് ആക്കിയിട്ട് ഒരിക്കലും വീഡിയോ ചെയ്യാം. അതിന് എനിക്ക് താല്പര്യമില്ല. ഈ നാറികളൊക്കെ അതൊക്കെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് കിട്ടണത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പാടിയും കൊണ്ട് നടക്കുന്നു. അതിന് നമ്മളെ കിട്ടില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. മറ്റുള്ളവരുടെ ചോര നിന്നിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അരസി നിന്നിട്ട് നമുക്ക് എന്തിനാണ്? നമുക്കെന്തിനാണ് സ്വന്തം തന്തയുടെയും തള്ളയുടെയും ചോര കുടിക്കുന്നവർക്കൊക്കെ എന്തിനാ? അത് തന്നെ ആവശ്യത്തിനുണ്ടല്ലോ. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവരുണ്ടോണ്ടാണ് ഇപ്പോൾ ഷാജിദ് ഇങ്ങനെ നിൽക്കുന്നത്. റീച്ച് പറയുമ്പോൾ നമ്മുടെ നെഞ്ചത്തോട്ടും കയറി വരും കേട്ടോ. എൻ്റെയൊക്കെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റൊക്കെ ഇടാറുണ്ട്, നീ എന്തിനാ ഞാനിട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും മാസങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന വീഡിയോയുടെ താഴെ ആയിരിക്കും വന്ന് ചേച്ചി കമൻറ്റ് ഇടുന്നത്. അത് അന്നത്തെ സമയത്ത് കമൻറ്റ് ഇട്ട ആൾ പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയും, നീ എന്തിനാ എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തെടുക്കും, നേരെ ചേച്ചിയുടെ അക്കൗണ്ടിൽ പോയി നോക്കും. ഭയങ്കര ബുദ്ധിയാണ്, കുഴപ്പമില്ല ചേച്ചിക്ക് റീച്ച്, നമുക്ക് റീച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ചേച്ചിയുടെ ക്രീമിൻ്റെ അത് കിടപ്പുണ്ട്. അതിൻ്റെ താഴത്തെ ഒരു കമൻറ്റാണ്, എന്താ അവളെ ഗോവിന്ദച്ചാമിയെ കല്യാണം കഴിച്ച് കൊടുത്താൽ തീരും ശല്യം എന്നുള്ളത്. സത്യം, ഗോവിന്ദച്ചാമി കുടുങ്ങും എന്നുള്ള രീതിയിൽ. എൻ്റെ പൊന്നോ, ഞാനൊരു കാര്യം പറയാം, ഇവനെ പോലുള്ളവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യല്ലേ. എന്തും ആയിക്കോട്ടെ, ഷാജിദ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഗോവിന്ദച്ചാമിയെ പോലുള്ളവന്മാരെയൊക്കെ വെച്ച് അതൊരിക്കലും ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം അവനെയൊക്കെ കൈ കിട്ടിയാല വെറുതെ വിടരുത്. വെറുതെ വിടരുതെന്ന് പറഞ്ഞാൽ വെറുതെ വിടരുത്, അത് വേറെ കാര്യങ്ങൾ. ഇതിനകത്ത് കുറേ കോമഡി കമൻസ് ഒക്കെയാണ്. അവന്മാർ തീരും എന്നുവെച്ചാൽ ഗോവിന്ദച്ചാമി തീരും, ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, സംഭവം തമാശയും കളിയൊക്കെ ആണെങ്കിലും ശരി, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം അവനെയൊക്കെ അറക്കേണ്ടതാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഓക്കെ, ഇനി ആ ചേട്ടൻ ഷെരീഫോ അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഈ കേസ് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതും ഒന്ന് കേട്ടിട്ട് വരാം. ഇതിലെടുത്ത് വാരി വലിച്ചിട്ടിട്ട് അതിന് കുഴപ്പമില്ല, അതിനെ കുറിച്ചിട്ട് പറഞ്ഞവർക്കാ കുഴപ്പം. മറ്റേ ആടുജോലി ഇപ്പം പറയുന്ന മാതിരി മരുന്ന് നിറച്ചവർക്കും വെടി പൊട്ടിച്ചവർക്കും കുഴപ്പമില്ല, പക്ഷെ ഒച്ച കേട്ട നമുക്കാ കുഴപ്പം. എങ്ങനെ അതേമാതിരിയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അങ്ങനിപ്പോ ഇവർക്കൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ പിടുത്തം കിട്ടിയിരിക്കുന്നു. പിന്നെ എനിക്കെതിരെയുള്ള കേസ് അത് വമ്പൻ കോമഡിയാ. ഞാനും എന്റെ വാപ്പയൊക്കെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയില് ഏതൊട്ട് തെറ്റ് വരെ കണ്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കേസ് എടുത്തോളി സാറേ, ഒരു കുഴപ്പമില്ല. ഓൾ എങ്ങനെ പറയുന്ന വെച്ചെങ്കിൽ അതുപോലെ നിങ്ങൾ FIR ഇട്ടിട്ട് എനിക്കെതിരെ കേസ് എടുത്തോളി. ഒന്നും തെളിവില്ലാതെ പാലും കൊണ്ടായിട്ട് നമ്മളെ നോക്കിക്കൊല്ലൊന്നുമില്ലല്ലോ, എല്ലാരും കണ്ടു കാണും തൊട്ട് തെറ്റ് വരെ. മാക്സിമം ഞാനൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊറേ അവിടെ കടന്ന് കഥകളി കളിച്ചു നോക്കി. ഞാനും തന്നെ ഒക്കെയാണ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതാ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയില്ലേ, അതന്നെ ഉണ്ടായി. ആ ബുദ്ധി അവിടെ ഉപയോഗിച്ചുകൊണ്ട് എന്തായി അറിയോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ എന്റെ പേരിൽ എന്ത് കേസ് കൊടുത്താലും ശരി, ഞാൻ എപ്പോ ഗൾഫിക്ക് പോകണം എപ്പോ ഗൾഫിക്ക് വരണം എന്ന് ഞാൻ തീരുമാനിക്കും. അതങ്ങനെ നടക്കും. അല്ലാതെ ഓളൊരു കേസ് കൊടുത്തോണ്ടൊന്നും എന്റെ പോക്ക് തടയാൻ കഴിയൂല. പോക്ക് തടയാൻ കഴിയും എങ്ങനെ അറിയോ, നമ്മൾ സ്ഥിരം കേസിന് ഹാജരാവണില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഇത് നിങ്ങൾ 4 മണിക്കൂർ റൺ ചെയ്ത് അവിടെ എത്തും. അപ്പോ അത് കുഴപ്പമില്ല. ഇദ്ദേഹം ഗൾഫിലോട്ട് പോകാനിരിക്കുകയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വില കൊടുക്കാത്ത ഒരു സ്ത്രീ ആണ് ഇപ്പൊ വന്നിട്ട് ഈ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുക്കും ഇത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ കയറി പിടിച്ചു, അത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. വേണം കുറച്ചൊക്കെ ഇത് വേണം. സ്വന്തം മാനം അതൊക്കെ വിറ്റ് അല്ലെങ്കിൽ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടല്ല കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവുകയൊക്കെ ചെയ്യേണ്ടത്. അതൊക്കെ കുറച്ച് നേരെ പരിപാടിയാണ്. എൻ്റെ പൊന്നി ഷാജിദ, കുറേയൊക്കെ ഒതുങ്ങാൻ നോക്കുക. ഒരു കാര്യം പറയാം, നിങ്ങളിങ്ങനെ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ച് പോകുമ്പോൾ 5 പേരുണ്ട്, അവന്മാരുടെ ജീവിതമായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വെക്കേഷൻ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ മാർക്ക് കുറഞ്ഞു, എൻ്റെ മോൻ ഇത് കുറഞ്ഞു, എന്നിട്ട് ലൈവിൽ വന്നിട്ട് സ്കൂൾ
കൂട്ടുകാരെ തെറി പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തി ഷാജിദായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റ്. കഴിഞ്ഞ ഡിസംബർ സമയത്ത് കുട്ടികളുടെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് മാർഗ്ഗം പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ടൂറും കാര്യങ്ങളും അടിച്ചുപൊളിയും കാര്യങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റ് ഇടുന്നു, റീലിടുന്നു. ഇതൊക്കെ തന്നെ കുട്ടികളെ ഭാവി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഷാജിദെ. അവന്മാർ കുറച്ചും കൂടെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബന്ധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഈ തോന്നിവാസവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ സമയത്ത് അവന്മാരും അത് ചിന്തിച്ചു തുടങ്ങത്തുള്ളൂ. പണ്ട് ചെയ്ത് വെച്ചതിൻ്റെ ഫലം. ഞാൻ കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല, ഒതുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് നല്ലത് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ഗൈസ് ബൈ, ലവ് യു ഓൾ. ഞാനിത് ചെയ്യുന്നത് എൻ്റെ കോണ്ടൻ്റ് ആണ്, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ ലൈക്ക് ചോദിക്കും, സബ് ചോദിക്കും. കുറേ എണ്ണമൊക്കെ വന്ന് പറയുന്നുണ്ട് നാണോ മാനോ ഒന്നും ഇല്ലെന്നും. ഇതൊക്കെ ഇരുന്ന് മൊത്തം ഇരുന്ന് കണ്ട് എൻ്റെ താഴെ വന്ന് കമൻറ്റൊക്കെ ഇട്ട് നിൻ്റെയൊക്കെ സമയം കളയുന്നതിനേക്കാളും ഭേദം എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൂടുതലൊന്നും പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി, അഭിപ്രായങ്ങൾ പറയാം. അല്ലാത്തവന്മാർക്ക് നിനക്കൊന്നും പണിയില്ലേ തന്തയ്ക്കും തലയ്ക്കും വിളിക്കുന്നവന്മാരുടെ അടുത്ത്. ബൈ, ലവ് യു.